ഗൈസ് വാട്സ്ആപ്പ് എല്ലാ മച്ചവർക്കും വ്രഗേറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നിങ്ങൾക്ക് CS ഗ്രാൻഡ് മാസ്റ്ററോ അതോ മാസ്റ്ററോ അടിക്കാൻ താല്പര്യമുണ്ട് ഗൈസ്? എനിക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഈ 3 ടിപ്സ് ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ മിനിഞ്ഞാണ് കളി തുടങ്ങിയത്, CS കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ വേണ്ടി. അപ്പം 2 ദിവസം കൊണ്ടാണ് ഗൈസ് ഞാൻ 63 സ്റ്റാറിലേക്ക് എത്തിച്ചത്. എന്നെ ഇതിന് സഹായിച്ചത് വെറും 3 കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോ കാണുന്ന ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പം 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത് എൻ്റെ കയ്യിരിക്കുന്ന ഈ VSS ആണ് ഗൈസ്. VSSന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാമർ കയറ്റി കഴിയുമ്പോൾ പവർ കൂടും. രണ്ടാമത്തെ കണ്ണാണ് നമ്മുടെ മാക്ടൻ, പുട്ടും കുറ്റി. മാക്ടൻ ആണ് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന കണ്ണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളെ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. ഓക്കെ ഗെയ്സ്, അപ്പം ഞാൻ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാരക്ടർ എൻ്റെ സ്പൈഡർ ക്യാരക്ടറാണ് ഗെയ്സ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഏകദേശം ഒരു കിങ്ഫിഷർ മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ ടീം ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മളെന്തായാലും സൈഡിൽ കൂടെ റഷ് ചെയ്യുകയാണ്. അപ്പം അപ്പുറത്ത് കൂടെയാണ് നമ്മളെ ബാക്കി ടീം റഷ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ സ്പൈഡർ ഒന്ന് ചുമ്മാ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചുമ്മാ ഇട്ടിട്ട് നമ്മൾ ഇതിലെ ചുറ്റി കയറിയപ്പോൾ തന്നെ നമ്മുടെ സ്പൈഡറിൽ ഒരുത്തൻ ലോക്കായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഉറപ്പായിരുന്നു ഗൈസ് അവിടെ ഒരുത്തനല്ല 2 പേരുണ്ടെന്ന്. ഓക്കെ, നമുക്കെന്തായാലും നേരെ അവൻ എങ്ങനെ പോയാലും അവനൊരു 30 HP പോയിട്ടുണ്ടാവും. കാരണം ആ ഒരു സമയം കൊണ്ട് അവന് മെറ്റടിക്കുന്നത് പറ്റില്ല. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മൾ നൈസിന് റഷ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയ സമയത്ത് നമ്മളെ കിങ്ഫിഷറിന് റീലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അവനെ നൈസിന് കുത്തി പിടിച്ച് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ അടിച്ചിട്ടപ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ വീണ്ടും ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും ഞാൻ ചലഞ്ചിങ് കാര്യങ്ങൾ കിട്ടില്ല. അതിനു മുന്നേ അവനെ ഞാൻ വീണ്ടും എങ്ങനെയോ ഹെഡ് കയറ്റി അടിച്ചിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് ചലന്തി ഇട്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അടുത്തവൻ കയറി വന്നു. അങ്ങനെ ഞാൻ അവന് വീണ്ടും അടിച്ച് ത്രിബിൾ കില്ലാക്കിയിട്ടുണ്ട്. ഓക്കെ, 3 എണ്ണത്തിന് നോക്ക് കിട്ടും. ഓക്കെ, അവിടെയാണ് എനിക്ക് P90യും VSSും. അത് കഴിച്ചു നമ്മളെ മെയിൻ ഗണ്ണായ VSS കിട്ടി. VSSന് ഹാമർ കയറ്റി കഴിയുമ്പോൾ നന്നായിട്ട് രീതിയിൽ നമുക്ക് പവർ കിട്ടുമ്പോൾ, കാരണം ഇപ്പം ഞാൻ പവർ കയറ്റാതെ അവനെ അടിച്ചിട്ടും അത് പ്ലെയർ ആയിരുന്നു ബേസ്. ഓക്കെ, അവനെ അടിച്ചിട്ട് നമ്മൾ ആ കളി ഈസ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ മെയിൻ ടിപ്പ്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഏകദേശം 3 ഹാമർ ഉണ്ട്. നമ്മളെ VSSന് നമ്മൾ നേരെ എന്തായാലും ഹാമർ കയറ്റാൻ വേണ്ടി നിന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ കണ്ണായ പുട്ടുംകുറ്റി എടുത്തിട്ടുണ്ട്. യെസ്, പുട്ടുംകുറ്റി എന്ന് വെച്ചാൽ നമ്മളെ മാക്ടനും കൊണ്ടാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്. അങ്ങനെ കഴിച്ച് അടുത്ത കളിയിൽ നമ്മളിവിടെ നിൽക്കുമ്പം ഒരുത്തൻ നമ്മളെ നേരെ റഷ് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അവൻ പ്ലെയർ ആയിരുന്നു. അവൻ നമ്മുടെ ഈ ക്യാരക്ടർ ഇട്ട് നമ്മൾ HP ഇച്ചിരി കുറച്ചെങ്കിലും നമ്മളെ നൈസിന് നമ്മളെ VSS വെച്ച് അവനെ അടിച്ചിട്ടു. അതാണ് നമ്മുടെ ഹാമറിൻ്റെ പവർ. ഹാമർ ഇടുമ്പോൾ നമ്മളെ VSSന് പവർ കൂടും. ഓക്കെ, അങ്ങനെ നമ്മൾ അവനെ നേരെ ഫിനിഷ് ചെയ്യണം. പക്ഷേ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരാളും കൂടി ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ നൈസിന് പക്ഷേ അവനെ ഫിനിഷ് ചെയ്തെങ്കിൽ നമുക്കൊരു അടി പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം തന്നെ ഗൈസ് ഈ സൈഡിൽ കൂടെ അവൻ ഇപ്പുറത്തെ വീട്ടിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അവൻ ചുറ്റി വരുമെന്നായിരുന്നു. പക്ഷേ ഗൈസ് അവൻ ചുറ്റി വന്നിട്ടില്ല. കാരണം എൻ്റെ ഒരു ടീമേറ്റിനെ അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ എനിക്ക് ആ സൈഡിൽ നിന്ന് കാണാം. പക്ഷേ അവൻ കളിക്കുന്ന പ്ലെയർ അല്ലാന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ ഗ്ലൂ ഇല്ല എൻ്റെ കയ്യിൽ അവനെ അടിച്ച് നോക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അവനെ ഫിനിഷ് ചെയ്തപ്പം ഗൈസ് ഇനിയുള്ള അവൻ ഒരു ലെവൽ 3 ഗണ്ണിൻ്റെ ഒരാളാണ് ഗൈസ്. ഓക്കെ, അവൻ്റെ കണ്ണിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അവനാണ് എന്നെ ഒരു കളി കൊന്നത്. ഓക്കെ, അപ്പം അവനെ അടിക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഷോട്ട് കിട്ടാതെ അവനൊക്കെ അടിക്കത്തില്ല. കാരണം നമ്മുടെ മാക്ടൻ ഏതോ നല്ല പവറുള്ള മാക്ടനാണ്, ഡബിൾ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം ഏതാ മാക്ടനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അവരെവിടെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, നമുക്ക് ഇവിടെ നൈസിന് നമുക്ക് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ അവൻ നമ്മളെ നേരെ മുന്നത്തെ കിട്ടില്ല, ബാക്കിൽ നടി കിട്ടാൻ എനിക്ക് ചാൻസ്. ഒക്കെ അവൻ നമ്മളെ വന്നിട്ടുണ്ട്, നമ്മൾ മാക്ടൻ വെച്ച് വീണ്ടും ഒരു ത്രിബിൾ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്ത കളിയിൽ നമ്മൾ നേരെ ഇവിടെ കയറി വന്നതും നമ്മുടെ സ്പൈഡർ ക്യാരക്ടർ ഇവിടെ ഇട്ടിട്ടുണ്ട്. കാരണം ഒരുത്തൻ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് അവനെ അടിച്ചിടാം. കാരണം നമ്മളെ ടീമേറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മളെ പ്ലെയർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർ ക്യാരക്ടറിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പക്ഷെ അവരെങ്ങനെയോ അപ്പുറത്തേക്ക് ചാടി, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അവൻ ഏകദേശം 30 അല്ലെങ്കിൽ 50 HP അവൻ്റെ കുറഞ്ഞിട്ടുണ്ടാവും. 200-ന് 30 HP കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്പൈഡർ ക്യാരക്ടർ ഇട്ടതിലും അവൻ കയറി വന്നു. പക്ഷെ അവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്നതുകൊണ്ട് എനിക്ക് അവനെ അടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പകരം നമ്മളെ ടീം ഫുള്ളി ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. ഗെയ്സ് അടുത്ത കളി ഞാൻ VSSന് തന്നെ ഹാമർ കയറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മീഡിയയിൽ നിന്ന് ഒരുത്തം വന്നു കഴിച്ച് ഞാൻ അവന് അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളെ ടീമേറ്റിൻ്റെ എല്ലാവരുടെയും കയ്യിൽ
അത്യാവശ്യം പൊട്ട കണ്ണാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. ശേഷം എൻ്റെ VSS ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേളിൽ എല്ലാത്തിനും റഷ് കൊടുത്തുമ്പോൾ അവൻ എനിക്കൊരു 1 ടാപ്പ് വന്നു. ഞാൻ വിചാരിച്ചവൻ കയറി വരുമെന്നും, പക്ഷെ അവൻ കയറി വന്നിട്ടില്ലായിരുന്നു. പകരം ഗൈസ് വേറെ ഒരുത്തൻ അവിടെ നിന്ന് അങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഓടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗൈസ് അവൻ്റെ ഏകദേശം മാക്ടൻ്റെ ലെവൽ 3 ആണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതുകൊണ്ട് നമ്മൾ നേരെ സ്പൈഡർ ഇട്ടു. ഫസ്റ്റത്തെ സ്പൈഡറിൽ അവൻ എന്തായാലും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 3v2 ആണ് നിൽക്കുന്നത്. എതിർ ടീമിൽ 2 പേരാണുള്ളൂ. ഓക്കെ, ആ സ്പൈഡർ അവൻ കുറഞ്ഞതും അവൻ അങ്ങനെ പോലും ഒരു 50 HP കുറഞ്ഞിട്ടുണ്ടാവും, കാരണം സോണ് നമ്മളെ ഭാഗത്തേക്ക് ആയതുകൊണ്ട് എനിക്ക് അവനെ സുഖമായിട്ട് അടിച്ചിട്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്പൈഡർ ഇട്ടതും അതും അവനെ പിടിച്ചു. അവൻ അവിടെ ലോക്കായതും ഞാൻ നേരെ എൻ്റെ VSS വെച്ച് അവനെ അടിച്ചിട്ടുണ്ട്. VSS അത്യാവശ്യം ഷോട്ട് നല്ല രീതിക്ക് കിട്ടും, ലോങ് കിട്ടും. ഞാൻ പറഞ്ഞത് ഒരു അവൻ്റെ എൻ്റെ മാക്ടൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പ്ലെയർ അവനെ മേളിൽ നിന്ന് അടിക്കുന്ന സമയത്ത് ഞാൻ അവനെ അടിച്ച് നൈസിനെ നോക്കിയിട്ട് കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 3v സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ.